വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന സെറ്റ് പൊളിറ്റിക്കൽ സയൻസ് എക്സാമിനേഷന്റെ ഭാഗമായിട്ടുള്ള 2 മന്ത് സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിവിടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി എക്സാമിനേഷന് വേണ്ടിയിട്ട് 2 മന്ത് മാത്രമേ ഉള്ളൂ. ജൂൺ മാസം, ജൂലൈ മാസം, ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ എക്സാമിനേഷൻ വരാൻ പോവുകയാണ്. സോ ഹൗ ക്യാൻ വി പ്രിപ്പയർ? അപ്പൊ നമ്മുടെ ഈ ഒരു സെറ്റ് പൊളിറ്റിക്കൽ സയൻസിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? അപ്പൊ നിങ്ങൾക്കറിയാം 2 മന്ത് മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ മുന്നിൽ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കലി സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് നിങ്ങൾക്ക് സെറ്റിനെ ക്രാക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നമുക്കറിയാം, നമുക്ക് സെറ്റ് പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ആക്ച്വലി നമുക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിലബസിനെ നമുക്ക് ഈ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് കൂടി കൃത്യമായിട്ട് പഠിച്ചു പോകാൻ കഴിയുകയും, ഇത് മാത്രമല്ല ഈ പ്രാവശ്യത്തെ സെറ്റ് എക്സാമിനേഷന് നിങ്ങൾക്ക് ഇങ്ങനെ സിസ്റ്റമാറ്റിക് വേയോട് കൂടി ക്രാക്ക് ചെയ്യാനും കഴിയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റില് നമുക്ക് പ്രധാനമായിട്ടും നിങ്ങൾ ആദ്യം നോക്കേണ്ടിയിട്ടുള്ളത് നമുക്ക് എത്ര യൂണിറ്റ്സുകളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് വന്നിട്ട് പ്രധാനമായിട്ടും നമുക്ക് 6 യൂണിറ്റുകളാണ് നമുക്കുള്ളത്. 6 യൂണിറ്റുകളാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിച്ചു പോകേണ്ടിയിട്ടുള്ളത്. ഈ 6 യൂണിറ്റുകളിൽ വന്നിട്ട് ഫസ്റ്റ് യൂണിറ്റ് ആണ് മോഡേൺ പൊളിറ്റിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ മോഡേൺ പൊളിറ്റിക്കൽ അനാലിസിസിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത് പോകുന്നത്, മോഡേൺ പൊളിറ്റിക്കൽ അനാലിസിസ് നിങ്ങൾക്ക് അറിയാം, പൊളിറ്റിക്കൽ സയൻസിന്റെ നാച്ചർ, ഡെവലപ്മെന്റ്, സ്കോപ്പ്, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ അകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില തിയറീസുകളുണ്ട്. അതിലൊന്നാണ് പോസിറ്റീവ് തിയറീസ് ഓഫ് ഡെമോക്രസി. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒത്തിരി എണ്ണം ഇതിൻ്റെ അകത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഈ പോസിറ്റീവ് തിയറീസ് എന്ന് പറയുന്ന സിസ്റ്റം അനാലിസിസ്, ഡേവിഡ് ഈസ്റ്റന്റെ തിയറി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ് തിയറി, ഗബ്രിയൽ ആൽമൗണ്ടിന്റെ തിയറി, കാൾസ് ഡെസ്റ്റിന്റെ കമ്മ്യൂണിക്കേഷൻ തിയറി, അല്ലെ, പിന്നെ തിയറീസ് ഓഫ് ഡെമോക്രസി വളരെ പ്രാധാന്യമാണ്, അല്ലെ, എലൈറ്റ് തിയറീസുകളുണ്ട്, ഡെലിബറേറ്റീവ് ഡെമോക്രസി, പബ്ലിക് സ്ഫെയർ, ഹെബാർമസിന്റെ ഇത്. അപ്പൊ ഇവയൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഒരു യൂണിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ഇതെല്ലാം വളരെ പ്രാധാന്യം. ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങള് നിങ്ങൾക്ക് ഇനി ഏകദേശം നമുക്ക് 2 മന്ത്സ് ആണ് നമുക്ക് എക്സാമിനേഷൻ ആയിട്ടുള്ളത്. ഈ 2 മന്തിൽ നമുക്കൊരു ഫസ്റ്റ് വീക്കിൽ, ആദ്യത്തെ ഒരു ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് ജൂൺ മാസത്തെ ഫസ്റ്റ് വീക്കിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 6 മൊഡ്യൂളുകളാണുള്ളത്. അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ടുകളാണ് മാത്രമാണ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത്. പോസിറ്റീവ് തിയറീസോ ഡെമോക്രസീസ്, പിന്നെ വരുന്ന എന്താണ് അതിൻ്റെ അകത്ത് പൊളിറ്റിക്കൽ കൾച്ചർ, വളരെ ഈസി ആയിട്ട് പഠിച്ചു പോകാൻ കഴിയുന്നതാണ്. പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് മോഡേണൈസേഷൻ, പൊളിറ്റിക്കൽ ഡീക്കെ, എങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇവയൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് വീക്കോട് കൂടി ജൂൺ ഫസ്റ്റ് വീക്കോട് കൂടി നിങ്ങൾ പഠിച്ചു തീർക്കേണ്ടിയിട്ടുള്ളത്. അത് ഏകദേശം ഒരു വീക്ക് മാത്രമേ നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യാവൂ, എടുക്കാവൂ എന്നാണ് എനിക്ക് പറയേണ്ടിയിട്ടുള്ളത്. കാര്യം നമുക്ക് ഫ്രണ്ടിൽ ഇനിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് വീക്കോട് കൂടി നമുക്ക് ഈ ഒരു ആദ്യത്തെ യൂണിറ്റ് ഫസ്റ്റ് ഓൾ മൊഡ്യൂൾസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇത് നിങ്ങൾക്ക് ഒരു വേർതിരിച്ച് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല, അല്ലെങ്കിൽ എന്താ പറയുന്ന ഈ ഒരു യൂണിറ്റ് വലിയ ഇമ്പോർട്ടൻസി അങ്ങനെ കൊടുക്കാതെ പോകുന്നവരുണ്ട്. പക്ഷെ അതല്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു യൂണിറ്റിന്റെ 6th മൊഡ്യൂളുകൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് സ്റ്റഡി പ്ലാനോട് കൂടി ചെയ്തു പോടാം. അപ്പോൾ ഒരു ആദ്യത്തെ ഫസ്റ്റ് വീക്ക് ഇതിനു വേണ്ടി നമ്മൾ ജൂൺ ഫസ്റ്റ് വീക്ക് അതിനു വേണ്ടി എടുക്കേണ്ടിട്ടുള്ളതാണ്. ദെൻ വരുന്നത് പൊളിറ്റിക്കൽ തോട്ടാണ്, നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആണ്. അപ്പൊ നമ്മൾ ടോട്ടൽ 6 യൂണിറ്റുകൾ ഉള്ളതിൽ സെക്കൻഡ് യൂണിറ്റ് എന്ന് വരുന്നത് പൊളിറ്റിക്കൽ തോട്ടാണ്. അപ്പൊ ഈ പൊളിറ്റിക്കൽ തോട്ടിന്റെ അകത്ത് നിങ്ങൾക്കറിയാം, പൊളിറ്റിക്കൽ തോട്ടിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഏൻഷ്യന്റ് ഗ്രീക്ക് പൊളിറ്റിക്കൽ തോട്ട്, പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. പൊളിറ്റിക്കൽ ലിബറലിസത്തിൽ മാക്യുവലി, തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, ജെ റൂസോ, ജെർമി ബന്ധം, ജെ.എസ്. മില്ല്, ജെ.ഡബ്ല്യു.എഫ്. ഹെഗൽ, ടി.എച്ച്. ഗ്രീൻ. പിന്നെ വന്നിട്ട് കണ്ടംപററി ലിബറലിസം വന്നു. അതിൻ്റെ അകത്ത് ജോൺ റവൾസ്, റോബർട്ട് നോസിക്ക്, മാർക്സിസ്റ്റ് ട്രഡീഷൻ, കാർൽ മാർക്സ്, വി.എൻ. ലെനിന്, മൗ സെതൂങ്, അന്റോണിയോ ഗ്രാംസ്കി. കണ്ടംപററി മാർക്സിസത്തിൽ ലൂയിസ് ആൽത്തസർ, നിക്കോസ് പോലോന്തസ്. പിന്നെ ക്രിട്ടിക്കൽ തിയറി ഇതിൻ്റെ അകത്ത് നിന്നൊക്കെ ചോദിക്കാം. തിയോഡർ അഡോർനോ, ജാർഗൻ ഹെബാർമസ്. ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് കൗഡില്യ, എം.കെ. മഹാത്മാഗാന്ധി, എം.എൻ. റോയ്, റാം മനോഹർ ലോഹിയ ആൻഡ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇതൊക്കെ നമുക്ക് വരുന്ന ഏതിൻ്റെ അകത്തു നിന്നാണ്? നമ്മുടെ
പൊളിറ്റിക്കൽ തോട്ട്സ്, ഇവരുടെ പൊളിറ്റിക്കൽ തോട്ട്സ് ബുക്സ് ആൻഡ് ഓതേഴ്സ് വളരെ പ്രാധാന്യമാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് ബുക്സ് ആൻഡ് ഓതേഴ്സ് നമ്മൾ ചോദിച്ചു പോകുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കലി ക്ലാസ്സുകൾ തന്നു പോകുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ പ്രത്യേകിച്ച് ബുക്സ് ആൻഡ് ഓതേഴ്സുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തി, പൊളിറ്റിക്കൽ തോട്ടിൻ്റെ അകത്തുനിന്ന് മാത്രമല്ല, പൊളിറ്റിക്കൽ സയൻസിന്റെ ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഒരുപാട് ബുക്സ് ആൻഡ് ഓതേഴ്സ് എപ്പോഴും വരാറുള്ളതാണ്. അതിൽ എനിക്ക് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടിയിട്ടുള്ളത് ഈ പൊളിറ്റിക്കൽ തോട്ടിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ പറയുന്ന റൂസോയുടെയും അതുപോലെ തന്നെ നിക്കോസ് പൗലോന്തസിന്റെയും ലൂയിസ് ഓൾത്തസറിന്റെയും ഒരുപാട് ബുക്സുകൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് വേയോട് കൂടി പഠിച്ചു പോകേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് സ്റ്റഡി പ്ലാനിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് ജൂണിന്റെ സെക്കൻഡ് തേർഡ് വീക്കുകൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിന് ഈ ഒരു എന്താ പറയുന്ന യൂണിറ്റ്സുകൾക്കും മൊഡ്യൂൾസുകൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സമയം ചെലവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ജൂൺ സെക്കൻഡ് വീക്കാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ജൂൺ സെക്കൻഡ് തേർഡ് വീക്കോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു യൂണിറ്റിന്റെ അകത്ത് വരുന്ന ഓൾ മൊഡ്യൂൾസുകളുമായിട്ടാണ് ഞാൻ ഈ ഭാഗം പറഞ്ഞു പോയിരിക്കുന്നത്. ഇവരുടെയൊക്കെ തന്നെ പൊളിറ്റിക്കൽ തോട്ട്സ്, ഇവരുടെ ബുക്സുകൾ അല്ലെ, ഇതൊക്കെ ആയിരിക്കും നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിച്ചു പോകേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ആ സെക്കൻഡ് വീക്കോട് ജൂൺ സെക്കൻഡും ചിലപ്പോൾ മേ ബി ഒരു തേർഡ് വീക്ക് വേണ്ടി വരും. മേ ബി ഇതിന്റെ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഒന്ന് പഠിച്ചു പോകാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ 2 വീക്സോട് കൂടിയിട്ട് ഈ ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ പറയുന്ന ഗ്രീക്ക് പൊളിറ്റിക്കൽ തോട്ട്സ്, എസ്പെഷ്യലി പ്ലേറ്റോയും അരിസ്റ്റോട്ടലിന്റെ ഒക്കെ തന്നെ, അവരുടെയൊക്കെ തന്നെ പൊളിറ്റിക്കൽ തോട്ട്സ് വളരെ പ്രാധാന്യമാണ്. ഇതിൽ ക്രിട്ടിക്കൽ തിയറി എടുത്ത് പഠിക്കുക. എനിക്കിതിൽ ഏറ്റവും വേണ്ടപ്പെട്ട് പഠിക്കേണ്ടിയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ തിയറിയാണ്. തിയോഡോർ അഡോർണോയുടെയും ജാർഗൻ ഹെബാർമസ്. ഞാൻ കാര്യം ഒരുപാട് ഇവരുടെ ബുക്സുകളും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അവരുടെ വ്യൂ പോയിന്റ് അബൌട്ട് പൊളിറ്റിക്കൽ തോട്ട്സ്, അവരുടെ പൊളിറ്റിക്കൽ തോട്ട്സുകൾ ഒക്കെ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കലോട് കൂടി പഠിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ഇത് 2 വീക്സേ എടുക്കാവുള്ളൂ പ്രത്യേകിച്ച് കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് ആ 2 മന്ത് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളൊരു 2 വീക്സ് അടുപ്പിച്ച് എടുക്കാവൂ. കാര്യം ഓരോ നമുക്ക് സമയങ്ങൾ വളരെ അധികം ഇല്ല. അപ്പൊ ആ 2 വീക്സിന് അടുപ്പിച്ച് തന്നെ നിങ്ങൾ ഈ ഒരു പിന്നെ എന്താ പറയുന്നത് സെക്കൻഡ് യൂണിറ്റ് നിങ്ങളുടെ പൊളിറ്റിക്കൽ തോട്ട്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എങ്ങനെ വേണം സിസ്റ്റമാറ്റിക്കലി പഠിക്കേണ്ടത് എന്നാണ് ഞാൻ ഈ പറഞ്ഞു പോയിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓൾ മൊഡ്യൂൾസുകൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ മൊഡ്യൂൾസുകളിൽ നിന്നും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ പോകേണ്ടിയിട്ടുള്ളത്. ഇനി വരുന്നത് അടുത്തതായിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ടിയിട്ടുള്ളത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആണ്. അറിയായിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും അറിയാം. യൂണിറ്റ് 3 വന്നിട്ട് യൂണിറ്റ് 3 നമുക്ക് വേറൊന്നും കൂടെ ഉണ്ട്, ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ്. ഈ ഭാഗം. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്ന ഇത് യൂണിറ്റ് 3 ആണ് കേട്ടോ. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് യൂണിറ്റ് 4 ആണ്. അത് നമുക്ക് പറയാം. അതിനു മുമ്പ് ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് യൂണിറ്റ് 3 ആണ്. ഈ ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഈസി ആയിട്ടാണ് പലരും പറയാറുള്ളത്. ബിക്കോസ് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ തിയറി പാർട്ടല്ല, അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് എന്നാണ് പലരും പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ആക്ച്വലി നിങ്ങൾ പഠിക്കേണ്ടിയിട്ടുള്ളത് ഐഡിയോളജിക്കൽ ബേസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അതിനൊരു നാഷണൽ മൂവ്മെന്റ് ഓഫ് എന്താ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്, നാച്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി, ഐഡിയോളജിക്കൽ ബേസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പൊ നമ്മൾ എല്ലാ പാർട്ടുകളും, ആർട്ടിക്കിൾസുകൾ, ഷെഡ്യൂളുകൾ, റിട്ടുകളൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കി പോകേണ്ടതായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. അപ്പൊ അടുത്ത നമുക്ക് ഏകദേശം നമ്മുടെ ജൂൺ ഒരു ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട്, ജൂൺ മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്ന, നമുക്കറിയാം ഇതിൻ്റെ അകത്ത് 10 മൊഡ്യൂളുകളാണുള്ളത് കേട്ടോ കുട്ടികളെ. അതായത് ഈ യൂണിറ്റ് 3യുടെ അകത്ത് 10 മൊഡ്യൂളുകളാണുള്ളത്. 10 മൊഡ്യൂളുകളാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഫുൾ മൊഡ്യൂൾസുകളും ഇങ്ങനെ എഴുതി പോകാൻ എനിക്ക് കഴിയാത്തത്. ഞാൻ ആ ഫുൾ മൊഡ്യൂളുകൾ പോയി കഴിഞ്ഞതിനെക്കാട്ടിലും ഞാൻ ഈ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പൊ അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ അസംബ്ലിയുടെ എന്താ പറയുന്നത് അതിന്റെ ഒറിജിനേഷൻ എന്താണ്, കോമ്പോസിഷൻ എന്താണ്, അതിന്റെ ഒരു ഐഡിയോളജിക്കൽ ബേസ് ഒക്കെയാണ് ആദ്യമായി ചോദിച്ചു പോകുന്നത്. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് ആർട്ടിക്കിൾസുകളും പാർട്ടുകളും അമെന്റുകളും ഒക്കെ ഇതിൻ്റെ അകത്ത് വന്ന് പോകുന്നുണ്ട്. ദെൻ വരുന്നത് സ്റ്റേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ, അതാണ് മൊഡ്യൂൾ 2. അതിൻ്റെ അകത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, പിന്നെ വരുന്നത് നാഷൻ സ്റ്റേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ്, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വരും. പിന്നെ സ്ട്രക്ചർ ആൻഡ് പവർ, അതായത് നമ്മുടെ യൂണിയൻ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ്, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് പാർലമെന്റ്. സ്ട്രക്ചർ ആൻഡ് പവർ ആണ് മറ്റൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആൻഡ് പവർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചറും പവറുമാണ്
നമുക്ക് ഈ ഒരു യൂണിറ്റ് 3യുടെ അകത്ത് നിന്ന് ഇനി പഠിക്കേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് നിന്നൊക്കെ ഒരുപാട് പാർട്ടുകളും ആർട്ടിക്കിൾസുകളൊക്കെ ചോദിക്കാൻ ചാൻസുകൾ വളരെ കൂടുതലാണ്. പിന്നെ വരുന്നത് മൊഡ്യൂൾ 4 ആണ്, ഫെഡറലിസം ഇഷ്യൂസ് ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസുകൾ വരും, അതിൻ്റെ അകത്ത് ഷെഡ്യൂളുകളും പാർട്ടുകളൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ജുഡീഷ്യറി, ഇന്ത്യൻ ജുഡീഷ്യറി, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്, ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ ആക്ടിവിസം, പബ്ലിക് ഇൻട്രസ്റ്റ് ലെജിസ്ലേഷൻ, ജുഡീഷ്യൽ റിഫോംസ്. ഇതൊക്കെയാണ് നെക്സ്റ്റ് ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ടോട്ടൽ 10 മൊഡ്യൂളുകളാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന, എനിക്കൊന്ന് പൊളിറ്റിക്കൽ സയൻസിൽ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗം കൂടിയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചർ ഒക്കെ വരുന്നത് കേട്ടോ. ഇനി അതിൻ്റെ അകത്ത് തന്നെ പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് പിന്നെ 10th മൊഡ്യൂളാണ്. മൊഡ്യൂൾ 10ൽ ഗ്രാസ് റൂട്ട് ഓഫ് ഡെമോക്രസി ആണ്. അതിൻ്റെ അകത്ത് ഇവല്യൂഷൻ, ഗ്രോത്ത്, 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റുകൾ വരുന്നുണ്ട്. സ്ട്രക്ചർ, പവർ, ഫങ്ഷൻസ്, റോൾ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ് ഒക്കെ വരുന്ന ഒരു പാർട്ടാണ് മൊഡ്യൂൾ 10 എന്ന് പറയുന്നത്. അങ്ങനെ 10 മൊഡ്യൂളുകളാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സിന്റെ അകത്ത് വരുന്നത്. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ ജൂണിലെ ലാസ്റ്റ് വീക്കോട് കൂടി നിങ്ങൾ പഠിച്ചു തീർക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് വേയോട് കൂടിയിട്ട് നമുക്ക് എന്താ പറയുന്നത് സെറ്റ് പൊളിറ്റിക്കൽ സയൻസിനെ ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ടും കൂടെയാണ്. അപ്പൊ കുട്ടികൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നുള്ളതും എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മൊഡ്യൂളാണ് ആക്ച്വലി പൊളിറ്റിക്കൽ സയൻസിന്റെ. അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ആദ്യത്തെ 2 മൊഡ്യൂളുകളെ ആദ്യത്തെ 2 യൂണിറ്റ്സുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ച് ബുക്സും ഓതേഴ്സ് ഒക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ചു പോകേണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകാൻ കഴിയുന്ന ഒരു പാർട്ടാണ് ഈ യൂണിറ്റ് 3. ഇനി നമുക്ക് യൂണിറ്റ് 4ലേക്ക് ഒന്ന് കടക്കാം. യൂണിറ്റ് 4 പറയുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആണ്. വളരെ പാടൊന്നുമല്ല, കുറച്ച് ഈസി ആയിട്ടുള്ള പാർട്ട് കൂടിയാണ് ഇവിടെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. ഇതിന്റെ അകത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടിയിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണലിസം, ദ ഫോംസ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം, UK, USA ഇവ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഫ്രാൻസ്, ചൈന, കാനഡ ആൻഡ് ഇന്ത്യ. കമ്പാരിറ്റീവ് ഫെഡറലിസം, USA, കാനഡ ആൻഡ് ഇന്ത്യ. ഇവരുടെ കമ്പാരിറ്റീവ് ഫെഡറലിസത്തിന്റെ കമ്പാരിറ്റീവ് ഫെഡറലിസം ആണ്. അത് നമ്മൾ പ്രധാനമായിട്ട് USA, കാനഡയും ഇന്ത്യയാണ് കമ്പാരിസൺ ചെയ്തു പോകുന്നത്. ദെൻ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആൻഡ് ഗവർണൻസ്, USA, UK, ഫ്രാൻസ്, ചൈന ആൻഡ് ഇന്ത്യ. ദെൻ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യറി ബ്യൂറോക്രസി, സെപ്പറേഷൻ ഓഫ് പവർ, ചെക്സ് ആൻഡ് ബാലൻസ്. ഇതിപ്പോ ഈ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു പിന്നെ യൂണിറ്റിനെയും നിങ്ങൾ പ്രധാനമായിട്ടും ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ അകത്ത് 6 മൊഡ്യൂളുകളാണ് വരുന്നത്. എത്രയാണ്? 6 മൊഡ്യൂളുകൾ. അപ്പൊ ഈ 6 മൊഡ്യൂളുകളെ പ്രധാനമായിട്ടും നിങ്ങൾ ജൂലൈ മാസത്തിൽ, അതായത് ജൂലൈ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് നിങ്ങൾ പഠിച്ചു പോകണം. എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് വീക്ക്, 1 വീക്ക് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഒരു ഫസ്റ്റ് വീക്ക് മാത്രം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ജൂലൈ ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക് അടുപ്പിച്ച് വരാം, എങ്കിലും സെക്കൻഡ് വീക്ക് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കാട്ടി ഇന്റർനാഷണൽ റിലേഷൻസ് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു ജൂലൈ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ 6 മൊഡ്യൂളുകളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. ഈ ഒരു മൊഡ്യൂളുകളെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പ്രധാനമായിട്ടും വരുന്നത്? പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ്, കമ്പാരിറ്റീവ് അനാലിസിസ് USA, ചൈന ആൻഡ് ഇന്ത്യ. മൾട്ടി കൾച്ചറലിസം, USA, ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. പാർട്ടി സിസ്റ്റം ആൻഡ് ഇലക്ട്രൽ പ്രോസസ്, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, പാർട്ടീസ് ആൻഡ് പാർട്ടി സിസ്റ്റം, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. പ്രോബ്ലംസ് ഓഫ് നാഷണൽ ബിൽഡിംഗ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ് ഇൻ ദ നാഷണൽ ബിൽഡിംഗ്, ഇന്ത്യ, ബ്രസീൽ ആൻഡ് നൈജീരിയ. അപ്പൊ ഇത്രയും പാർട്ടുകളാണ് നമുക്ക് ആക്ച്വലി ഇതിന്റെ അകത്ത് വന്നു പോകുന്നത്, നമ്മുടെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ അകത്ത് വരുന്നത്. അത് വളരെ എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ അല്ലെ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ അകത്ത് വരുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് പ്രോബ്ലംസ് ഓഫ് നാഷണൽ ബിൽഡിംഗ് ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിന്റെ നാഷണൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിന്റെ അകത്താണ് ഈ പ്രോബ്ലം നാഷണൽ ബിൽഡിങ്ങിന്റെ അകത്ത് സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ് ഇൻ നാഷണൽ ബിൽഡിംഗ്, ഇന്ത്യ, ബ്രസീൽ ആൻഡ് നൈജീരിയ. ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പാർട്ടാണ് കേട്ടോ. ഇതിന്റെ അകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്ന് പഠിച്ചു പോയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പ്രധാനമായിട്ടും നെക്സ്റ്റ് നമുക്ക് പഠിച്ചു പോകേണ്ടിയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. എല്ലാവരും പറയുന്നുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒത്തിരി പാർട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടിയിട്ടുള്ളത് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. അപ്പൊ അത് നമ്മൾ പ്രധാനമായിട്ടും ജൂലൈ ഒരു എന്താ പറയുന്നത് ഏകദേശം ഒരു 2 വീക്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ജൂലൈ 2 വീക്സ്, സെക്കൻഡ് വീക്കും ആൻഡ് തേർഡ് വീക്കും. ജൂലൈ സെക്കൻഡ് വീക്കും
ഒരു 3rd വീക്കും ജൂലൈ മാസമാണ് കേട്ടോ. ജൂലൈ മാസം 2 വീക്സ് നിങ്ങൾക്ക് ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കാൻ വേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ചിലർക്ക് വളരെ ഈസി ആയിരിക്കും, എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് മനസ്സിലാവാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ 2 വീക്കുകൾ നമുക്ക് എടുത്ത് പഠിക്കേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ അതെന്തെന്നറിയാമോ? ഈ യൂണിറ്റ് 5 ഇന്റർനാഷണൽ റിലേഷൻസ് വന്നിട്ട് നമുക്ക് 10 മൊഡ്യൂളുകളാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 2 വീക്ക് അടുപ്പിച്ച് നിങ്ങൾ ഇതിന് പഠിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ആ 2 വീക്ക് വേണ്ടി വരും. 2 വീക്സ് ഇൻ ജൂലൈ മാസം, ജൂലൈ മന്തിൽ 2 വീക്സോട് കൂടി ഇന്റർനാഷണൽ റിലേഷൻസ് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. കാര്യം നമുക്കറിയാം ഓഗസ്റ്റ് 2 ആണ് നമ്മുടെ എക്സാമിനേഷൻ വന്നിട്ട്. അതുകൊണ്ടാണ് ആ സിസ്റ്റം നിങ്ങൾ എങ്ങനെ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഇത്രയും ഭാഗങ്ങൾ. പിന്നെ അതിന്റെ അവേഴ്സുകളൊക്കെ നിങ്ങൾ തന്നെ കാൽക്കുലേഷൻ ചെയ്യണം. അറിയാലോ, നമ്മൾ ഒരു വീക്ക് നമുക്ക് ഓരോ ഡേയിലും വന്നിട്ട് ഏകദേശം ഒരു 8 അവേഴ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ആണ്. ചിലർ 10 അവേഴ്സ് അധികം എടുക്കാറുണ്ട് ഒരു അല്ലെ. അപ്പൊ ഒരു ദിവസം ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ അടുപ്പിച്ചെങ്കിലും നിങ്ങൾ പഠിച്ചു പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എങ്കിലേ മാത്രമേ നമുക്കിത് തീരത്തുള്ളൂ. കാരണം അത്രത്തോളം വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു പാർട്ട് കൂടിയാണ് എല്ലാ മൊഡ്യൂൾസുകളും. എവറി മൊഡ്യൂൾ നമ്മൾ വി ഹാവ് ടു അറേഞ്ചിങ് ഈ. അപ്പൊ നമ്മൾ ആ ഒരു സിസ്റ്റമാറ്റിക് വേയോട് കൂടിയിട്ടാണ് നമ്മൾ ആക്ച്വലി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ വാർ ആൻഡ് കോൺഫ്ലിക്ട് ടൈപ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ്, വാർ ആംസ് ആൻഡ് റേസ് ആംസ്, കൺട്രോൾ, ഡിസമാമെന്റ്, NPT, CTBT, FMCT ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്രോച്ച് ടു പീസ്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ഡിപ്ലോമസി, ബാലൻസ് ഓഫ് പവർ, കളക്റ്റീവ് സെക്യൂരിറ്റി, ഇന്റർനാഷണൽ ലോ ആൻഡ് ട്രീറ്റീസ്, ഇന്റർനാഷണൽ ആൻഡ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, UN origin. പിന്നെ യുഎന്റെ ഒറിജിൻ ആണ് വരുന്നത് ഇന്റർനാഷണൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അകത്ത്. ഗ്രോത്ത് ആൻഡ് പ്രൊവിഷൻസ് ഓഫ് ദ പ്രാക്ടീസ്, പവർ സ്ട്രഗിൾ വിത്ത് UN റിഫോംസ് ഇൻ UN റീജിയണൽ ഓർഗനൈസേഷൻ, സാർക്ക്, ആസിയാൻ, ബ്രിക്സ്, ഇവയെ കുറിച്ച് ഇത് വളരെ ഈസി ആയിട്ട് ഈ ഒരു മൊഡ്യൂൾ വളരെ ഈസിയാണ് കേട്ടോ, നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ എക്കോണമി, നോർത്ത് സൗത്ത്, സൗത്ത് ആൻഡ് സൗത്ത് കോർപ്പറേഷൻ, IMF, WTO ആൻഡ് പിന്നെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. പിന്നെ അതുപോലെ തന്നെ മൊഡ്യൂൾ 8ന്റെ അകത്ത് വരുന്ന കണ്ടംപററി ഇഷ്യൂസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. അത് 10 മൊഡ്യൂളിന്റെ അകത്ത് ഈ മൊഡ്യൂൾ 8 വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കണ്ടംപററി ഇഷ്യൂസ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻസിൽ വരുന്ന കണ്ടംപററി ഇഷ്യൂസുകൾ ഏതാണ്, അത് നമ്മൾ മൊഡ്യൂൾ 8ന്റെ അകത്ത് ആ മൊഡ്യൂൾ എടുത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം ആ മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ തീർന്നില്ല. ടെററിസം, റിലീജിയസ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചസ്, ഹ്യൂമൻ റൈറ്റ്സ് പ്രോബ്ലംസ് ഓർ ഡെമോക്രാറ്റിക് ട്രാൻസിഷൻ, അറബ് സ്പ്രിംഗ് ആൻഡ് മാരിടൈം സെക്യൂരിറ്റി ആൻഡ് സൈബർ സെക്യൂരിറ്റി, എമർജിംഗ് വേൾഡ് ഓർഡറിൽ അതിൽ പോസ്റ്റ് വേൾഡ് വാർ, ഡെവലപ്മെന്റ് ആൻഡ് ചേഞ്ചിങ് റോൾ ഓഫ് USA ആൻഡ് ചൈന. ദെൻ ഇന്ത്യ ഇൻ ദ ഇന്റർനാഷണൽ റിലേഷൻസ്. അടുത്ത ഒരു മൊഡ്യൂളിന്റെ അകത്താണ് ഇന്ത്യ ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. അതിന്റെ അകത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യ ആസ് എ റൈസിംഗ് പവർ, ബേസിക് ഫീച്ചേഴ്സ്, സ്ട്രാറ്റജീസ് ആൻഡ് ന്യൂ ഓറിയന്റേഷൻസ് ഓഫ് ഫോറിൻ പോളിസി, റിലേഷൻഷിപ്പ് വിത്ത് ദ നൈബേഴ്സ്, ബിഗ് പവേഴ്സ് USA, ചൈന ആൻഡ് റഷ്യ. ഈ ഒരു പാർട്ടാണ് നമ്മൾ ലാസ്റ്റ് ഫൈനൽ മൊഡ്യൂൾ 10th മൊഡ്യൂളിന്റെ അകത്ത് വരുന്നത്. എന്നാൽ വളരെ പ്രാധാന്യമാണ്. അപ്പോൾ ഈ 10 മൊഡ്യൂൾസുകളും ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. കാര്യം ഇതാണ് നിങ്ങൾ 2 വീക്സ് എടുത്തുകൊണ്ട് നിങ്ങൾ പഠിച്ചു പോകേണ്ടിയിട്ടുള്ള പാർട്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു സ്റ്റഡി പ്ലാൻ സ്ട്രാറ്റജി നിങ്ങൾ തന്നെ കൊണ്ടതാണ്. അപ്പൊ അത് എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ 2 വീക്സുകൾ പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുകയാണെങ്കിൽ വളരെ നമുക്കൊരു ഫാസ്റ്റ് ആയിട്ട് പോകാൻ കഴിയും. കാര്യം ആ 2 വീക്സിൽ നമുക്കിത് പഠിച്ച് തീർക്കണമെന്ന് നമുക്കൊരു എന്താ പറയുന്നത്, നമുക്കൊരു സ്ട്രാറ്റജി, ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ആ 2 വീക്സിൽ തീർക്കും. എങ്കിൽ മാത്രമേ അടുത്ത പ്ലാനിലേക്ക്. പിന്നെ നമുക്കൊരു റിവിഷൻ ടൈം ടേബിളും കൂടി നിങ്ങൾ സെറ്റ് ചെയ്യണം കേട്ടോ. ആക്ച്വലി നമ്മൾ ടോസ് അക്കാഡമിയിൽ നമ്മൾ റിവിഷൻ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് കുട്ടികളെ അറേഞ്ച് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ. അപ്പൊ അവരങ്ങനെ ആ ഒരു സിസ്റ്റമാറ്റിക് വേയോട് കൂടിയിട്ടാണ് ഒരു ബൂസ്റ്റർ ബാച്ച് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു സിസ്റ്റമാറ്റിക് വേയോട് കൂടിയിട്ടാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്റർനാഷണൽ റിലേഷന്റെ അകത്ത് വരുന്നത്. നമുക്ക് ആ ഒരു 2 വീക്സോട് കൂടി ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഇനി വരുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഫൈനൽ നമ്മുടെ യൂണിറ്റ് ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഈ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷന് വന്നിട്ട് 9 മൊഡ്യൂളുകളാണ് ഉള്ളത്. എത്രയാണ്? 9 മൊഡ്യൂളുകൾ. അപ്പൊ നമുക്ക് ജൂലൈ എനിക്ക് തോന്നുന്നു ഒരു ഫൈനൽ വീക്സ്, ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഈ ഒരു നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ എവറി മൊഡ്യൂള് വി ഹാവ് ടു കംപ്ലീറ്റഡ്. സോ ദാറ്റ് ഈസ് നമ്മൾ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് 6 ആണ്. ഈ യൂണിറ്റ് 6ൽ 9 മൊഡ്യൂളുകളാണ് ഉള്ളത്. അപ്പൊ ഈ 9 മൊഡ്യൂളുകൾ
നമ്മൾ ഒരു വീക്കിൽ നിങ്ങൾ തീർക്കണം എന്നുള്ളതാണ്. അപ്പോൾ 9 മൊഡ്യൂളുകളും നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ 9 മൊഡ്യൂളുകളും പ്രാധാന്യമാണ്. ഈ 9 നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാമായിരിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ പ്രാധാന്യത്തോടു കൂടി വരുന്ന ചില മൊഡ്യൂളുകൾ മാത്രമാണ് ഞാൻ ഇവിടെ പോയിരിക്കുന്നത്. കണ്ടോ? തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ്. പിന്നെ സയന്റിഫിക് മാനേജ്മെന്റ് ആൻഡ് ക്ലാസിക്കൽ ബ്യൂറോക്രാറ്റിക് ഹ്യൂമൻ റിലേഷൻ ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് ടു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചറൽ ഫങ്ഷണൽ ബിഹേവിയർ സിസ്റ്റംസ് പബ്ലിക് ചോയ്സ് ആൻഡ് ഇക്കോളജിക്കൽ അതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മൊഡ്യൂളാണ്. കണ്ടംപററി ഡിസ്കോഴ്സ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അത് നിങ്ങൾ പഠിച്ചു പോകേണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് പ്രൊമോഷൻ ഡിസിപ്ലിൻ മോറൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഓക്കെ ആണല്ലോ. ഇതാണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ ലാസ്റ്റ് ഫൈനൽ മൊഡ്യൂളിന്റെ അകത്ത് നമ്മൾ വരുന്ന ബ്യൂറോക്രാറ്റിക് തിയറീസ് ആണ്. ടൈപ്സ് ആൻഡ് റോൾ മാക്സ് വെബറിന്റെ തിയറി വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു തിയറിയാണ്. ഹിസ് ക്രിട്ടിക്സ് അതായത് സിവിൽ സർവന്റ് മിനിസ്റ്റർ റിലേഷൻഷിപ്പ് എന്താണ്, ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് ബഡ്ജറ്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ബഡ്ജറ്ററി പ്രോസസ് ഓഡിറ്റ് കൺട്രോൾ ഓവർ ഫിനാൻസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഇന്ത്യ ഗുഡ് ഗവർണൻസ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് അല്ലെ, അറിയായിരിക്കുമല്ലോ. റൈറ്റ് ടു ഇൻഫർമേഷൻ ICT ആൻഡ് ഗുഡ് ഗവർണൻസ് ഗ്രീവൻസസ് ആൻഡ് റിട്രീസൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതൊക്കെ ഒന്ന് നോക്കി പോകണം. പറയാൻ കഴിയത്തില്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണ്. ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെ പാർട്ടായതുകൊണ്ട് തന്നെ അപ് ടു ഡേറ്റ് ആയിരിക്കണേ ഇവരും നിങ്ങളെപ്പോഴും. ഓക്കെ, അങ്ങനെ നമ്മൾ ജൂലൈ ലാസ്റ്റ് വീക്കോട് കൂടി ഈ ഒരു ലാസ്റ്റ് ഫൈനൽ മൊഡ്യൂളും കൂടി ഈ ഒരു യൂണിറ്റ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിനേഷനിലേക്ക് അടുത്ത് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം ഒരു ആക്ച്വലി ഒരു സിസ്റ്റമാറ്റിക് വ്യൂയോട് കൂടിയിട്ട് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ വെച്ച് പോകാൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഈ ഇത്രയും ആറ് യൂണിറ്റുകളും ഈ എവരി മൊഡ്യൂൾസ് എല്ലാ മൊഡ്യൂളുകളും പ്രാധാന്യം എന്ന് ചോദിച്ചാൽ പക്ഷെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു മൊഡ്യൂളുകളുടെ പ്രാധാന്യത്തെക്കാട്ടിൽ ഉപരി അതിന്റെ അകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെ പഠിക്കണം. ഇപ്പൊ പിന്നെ പൊളിറ്റിക്കൽ DK പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ നോക്കണം. ആക്ച്വലി അതൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. കാരണം സിലബസ് നന്നായിട്ട് നമുക്ക് അറിയണം. അതാണ് എനിക്ക് നിങ്ങളെ പറയേണ്ടിയിട്ടുള്ളത്. സിലബസ് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയണം. ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഇത്രയും ദിവസം ഇങ്ങനെയാണ്, ഇത്രയും നാളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടല്ലോ. ആ ഒരു ലെവൽസിലായിരിക്കണം നമ്മൾ സ്റ്റഡി പ്ലാൻ ചെയ്ത് പോകേണ്ടിയിട്ടുള്ളത്. പിന്നെ ചിലർ പറയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാലും അയ്യോ അതേ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ടുണ്ട് അല്ലെ, അതുപടി വന്നിട്ടില്ല എന്ന് ചിലർ പറയും. അതേപടി വരണം എന്നില്ല. ഇനി അടുത്ത നെക്സ്റ്റ് വരുന്ന ടൈമിൽ വിത്ത് എന്താ പറയുന്നത് വിത്ത് റിലേറ്റഡ് ഫാക്ടോട് കൂടിയിട്ട് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻസുകളായിരിക്കും മേ ബി ചിലപ്പോൾ സംഭവിക്കുന്നത്. ചിലപ്പോൾ അതേപടി വരാം. അത് മനസ്സിലായിട്ടില്ലേ? എന്നാലും പിന്നെ നിങ്ങളൊരു കാര്യം, നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു എന്താ പറയുന്നത് ഇൻഡെപ്ത് നോളജ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പ്രീവിയസ്ലി വന്നിട്ടുള്ള 1-2 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് ഡിസ്കസ് ചെയ്തു പോകാൻ കഴിയത്തില്ല എങ്കിലും കുറച്ച് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്ത് പോവേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അല്ല, ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് നോക്കാം. ഐഡന്റിഫൈ ദ അഡ്വക്കേറ്റ് ഡിഫറെന്റ് അപ്രോച്ചസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിഫറെന്റ് അപ്രോച്ചസുകൾ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് നിങ്ങൾ സിസ്റ്റമാറ്റിക് വേയോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ലീഗൽ അപ്രോച്ച്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്, കേസ് മെത്തേഡ് അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച്. അപ്പൊ നമ്മൾ എങ്ങനെ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള വരുന്നത്? പൗൾ ആപ്പിൾബൈ, പിന്നെ മേരി ഫെലോട്ട്, ഫ്രാങ്ക് ഗുഡ്നൗ, വുഡ്രോ വിൽസൺ. അവിടെ നമ്മൾ ലീഗൽ അപ്രോച്ച് വന്നിട്ട് 1C ആണ്. ഫ്രാങ്ക് ഗുഡ്നൗ ആണ് ലീഗൽ അപ്രോച്ച്, അതായത് 1C ആണ്. ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലീഗൽ അപ്രോച്ച് വന്നിട്ട് ഫ്രാങ്ക് ഗുഡ്നൗ ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ആരാ വന്നിട്ട് 1D ആണ്. ഏതാ? വുഡ്രോ വിൽസൺ ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. കേസ് മെത്തേഡ് അപ്രോച്ച് വന്നിട്ട് ആരാണ്? കേസ് മെത്തേഡ് അപ്രോച്ച് A ആണ്. പൗൾ ആപ്പിൾബൈ ആണ്. ഇനി സിസ്റ്റം അപ്രോച്ച് വന്നിട്ട് മേരി ഫെലോട്ട് ആണ്. ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ്. ഇവിടുത്തെ നമ്മൾ ഓപ്ഷൻ കോഡ് നമ്പർ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കോഡ് A ആണ് കറക്റ്റ്. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല കേട്ടോ വരുന്നത്, ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് അപ്രോച്ചസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം. കാര്യം ഇതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങളെ കൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഇതിന്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസുകൾ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണും. അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അത്രത്തോളം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. മനസ്സിലായിട്ടുണ്ടല്ലോ.
അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ള ഏതാണ്? ലീഗൽ അപ്രോച്ച് ഫ്രാങ്ക് ഗുഡ്നൗ ആണ് വന്നിട്ടുള്ളത് അല്ലെ. 1C ആണ് വന്നിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് വുഡ്രോ വിൽസൺ, കേസ് മെത്തേഡ് പോൾ ആപ്പിൾ ബൈ, സിസ്റ്റം അപ്രോച്ച് മേരി ഫെലോട്ട്. ക്ലിയർ ആണ്? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കൂടെ ഒന്ന് കടന്നു പോകാം. അപ്പൊ ഒന്ന് പഠിച്ചു പോവുക. ഹൂ അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഓൺ അഡ്വക്കേറ്റ് മാനേജറിക്കൽ വ്യൂവിന്റെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. കേട്ടോ, അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേ യൂണിറ്റിന്റെ അകത്തുനിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് എങ്ങനെ പഠിക്കണം, എത്രത്തോളം ഇമ്പോർട്ടൻസി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇവിടുത്തെ കറക്റ്റ് വന്നു. ഹൂ അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വക്കേറ്റോ മാനേജറിക്കൽ വ്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ മാനേജറിക്കൽ വ്യൂയുടെ അഡ്വക്കേറ്റ് അല്ലാത്തതാരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസ് നോട്ട് ആൻ അഡ്വക്കേറ്റോ മാനേജറിക്കൽ വ്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഹെർബർട്ട് സിംസൺ, സിമോൺ ആണ്. ഹെർബർട്ട് സിമോൺ ആണോ, സ്മിത്ത് ബർഗ് ആണോ? ഓപ്ഷൻ സി തോംസൺ, ഓപ്ഷൻ ഡി ഹെൻറി ഫയോൾ. So the correct answer, Henry Fayol is not an advocate of managerial view of public administration. അപ്പൊ മാനേജറിക്കൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ അഡ്വക്കേറ്റ് അല്ലാത്തത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ ആണ്. ഹെൻറി ഫയോൾ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടി നമുക്ക് കടന്നു പോകാം. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടാണ് ഇത്. ഒരുപാട് എക്സാമിനേഷൻസിന് എന്താ പറയുന്നത്, UGC നെറ്റ് എക്സാമിനേഷൻ അടക്കം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടാണ്. അതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പിന്നെ സെറ്റ് എക്സാമിനേഷനും വന്നിട്ടുണ്ട്. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഇതിലും ഒരു തിയറിയാണ് വന്നിട്ടുള്ളത്. ഹെർട്ട്ലാൻഡ് തിയറി, റിംലാൻഡ് തിയറി, സീ പവർ തിയറി, എയർ പവർ തിയറി. സോ അപ്പൊ ഇവിടെ വന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് നമുക്ക് പോകാം. ഹെർട്ട്ലാൻഡ് തിയറി. അപ്പൊ നമ്മൾ ഓപ്ഷൻസുകൾ ആരാ വന്നത്? A.T. മഹാന്, ഹാൽഫോർഡ്, മാക്കിൻഡർ, അലക്സാണ്ടർ സെർസ്കൈ, നിക്കോളസ് സ്പൈക്മാൻ അല്ലെ, നിക്കോളസ് സ്പൈക്മാൻ, ഇവരൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പൊ ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. ഹെർട്ട്ലാൻഡ് തിയറി ആരാ? ഹാൽഫോർഡ്, മാക്കിൻഡർ ആണ് കേട്ടോ. ഇവിടുത്തെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഹെർട്ട്ലാൻഡ് തിയറി വന്നിട്ട് ആരായിരിക്കും? ഹാൽഫോർഡ്, മാക്കിൻഡർ ആണ് ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ റിംലാൻഡ് തിയറി എല്ലാവർക്കും അറിയാം. റിംലാൻഡ് തിയറി നിക്കോളസ് സ്പൈക്മാൻ ആണ്. സീ പവർ തിയറി A.T. മഹാൻ. എയർ പവർ തിയറി അലക്സാണ്ടർ സെവർസ്കൈ. ഇത് ആക്ച്വലി നമ്മൾ ക്ലാസ് റൂമിന്റെ അകത്തൊക്കെ പഠിച്ചു പോകുന്ന ഒരു പാർട്ടും കൂടിയാണ്. ആക്ച്വലി റിംലാൻഡ് തിയറി ഒക്കെ നിങ്ങളൊന്ന് നോക്കി വയ്ക്കണം. കാര്യം ഇതും ഇടക്കിടയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് മേ ബി. അപ്പൊ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണെങ്കിൽ സിലബസ് കുറച്ച് ഇൻഡെപ്ത് വേണമെന്ന് ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. ചില പറയും ആ സിലബസിലുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടു പഠിച്ചു, പക്ഷെ അങ്ങനല്ല. കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മേ ബി നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതുകൊണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് മാത്രം അങ്ങോട്ട് പഠിക്കാതെ സിലബസ് വളരെ ഇൻഡെപ്ത് ആയിട്ടൊന്ന് നോക്കിപ്പോ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്? അടുത്ത നെക്സ്റ്റ് നമുക്കൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് കൂടെ ഒന്ന് കടന്നു പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾ ഏരിയാസ് ആക്ട് 1996 ബന്ധപ്പെടുത്തിയിട്ടല്ലാത്ത ഒബ്ജക്റ്റീവ് ഏത്? പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ഓഫ് ഷെഡ്യൂൾ ഏരിയാസ് ആക്ട് 1996 ഒബ്ജക്റ്റീവ്സ് അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടു പ്രൊവൈഡ് ദ സെൽഫ് ഗവർണൻസ് ആണോ? ഓപ്ഷൻ ബി ടു റെക്കഗ്നൈസ് ട്രഡീഷണൽ റൈറ്റ്സ്. ഓപ്ഷൻ സി ടു ക്രിയേറ്റ് ദ ഓട്ടോണമസ് regions to tribal areas, to free tribal people from the exploitation. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണല്ലേ. ടു ക്രിയേറ്റ് ദ ഓട്ടോണമസ് റീജിയൻസ് ഇൻ ദ ട്രൈബൽ ഏരിയ ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾ ഏരിയാസ് ആക്ട് 1996. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ അപ്പോ ക്വസ്റ്റ്യൻസുകൾ കണ്ടല്ലോ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസുകളും എന്നൊക്കെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. പിന്നെ ഇതിന്റെ അകത്ത് ഒരുപാട് ബുക്സ് ആൻഡ് ഓതേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാം ഒക്കെ എനിക്ക് പറഞ്ഞു പോകാൻ കഴിയത്തില്ല, കാര്യം നമ്മളെ അപ്പോൾ അറിയാലോ. അപ്പോൾ ബുക്സ് ആൻഡ് ഓതേഴ്സിന്റെ അകത്ത് നിങ്ങൾ വന്നിട്ട് ഒരുപാടുണ്ട്. അതിൽ എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള സബൈന്റെ ബുക്കുകൾ രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സബൈൻ ഏതാണ്? എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറി. ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറി. ഒരുപാട് ബുക്കുകളുണ്ട്. പൊളിറ്റിക്കൽ തിയറി 1937 പിന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് സബൈൻ, എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറി. കൂടാതെ എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറീസ് ഉണ്ട്. അത് ഡണ്ണിങ്ങിന്റെ ബുക്കിന്റെ പേരാണ്, ദ ഡണ്ണിങ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഹിസ്റ്ററി ആണ് കേട്ടോ. എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറീസ് ആണ്. എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറീസ് ഡണ്ണിങ്ങിന്റെ ആണെങ്കിൽ എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറി വന്നിട്ട് ആരുടേതാണ്? സബൈന്റേതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതെ ഉള്ള ചില മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്കിന്റെ പേരാണ് ഞാൻ പറഞ്ഞു പോയത്. ഇത് ഒരുപാട് പേർക്ക് ഡൗട്ട്സ് അടിച്ച് ചോദിക്കാറുണ്ട് ഇതാണോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ബുക്സുകളും കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. ബുക്ക് ആൻഡ് ഓതേഴ്സ് വളരെ പ്രാധാന്യമാണ്. അത് പഠിക്കാതെ പോവരുത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ അകത്തു നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വരാൻ ചാൻസ് ഉണ്ടെങ്കിലും ചില പറയും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഈസിയാണ് എളുപ്പമാണെന്ന് പറയെങ്കിലും അതിന്റെ അകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്രാക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ കേട്ടോ. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു പാടൊന്നുമില്ല. നമുക്ക് വളരെ ഞാൻ ഈ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് വേയോട് കൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന സെറ്റ് പൊളിറ്റിക്കൽ സയൻസ് എക്സാമിനേഷൻ നമുക്ക് വ്യക്തമായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മൾ ആ സ്റ്റഡി പ്ലാൻ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു നിലവാരത്തിലൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അറേഞ്ച് ചെയ്ത് പോകാനും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നിങ്ങൾ അവേഴ്സ് എത്ര സമയം എടുത്ത് ഒരു നമുക്കറിയാലോ നമുക്കൊരു ഏകദേശം ഒരു 8 hour എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഡേ നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം എടുത്ത് തന്നെ പഠിക്കണം. വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മൾ പ്ലാൻ എന്താ ടൈം ടേബിൾ അറേഞ്ച് ഒക്കെ ചെയ്ത് വെച്ച് വേണം പഠിച്ചു പോകാനെങ്കിൽ ഈ 2 month, കാര്യം ഇനിയിപ്പോൾ ഒരു ദിവസവും ഇല്ല നമുക്ക് കളയാൻ വേണ്ടിയിട്ട്. കാര്യം അത്രത്തോളം വ്യക്തമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇനി വരുന്ന സെറ്റിനെ നമുക്ക് സെറ്റ് എക്സാമിനെ പിന്നെ അസർട്ടേഷൻ റീസണിങ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ വരാം. അതിനൊക്കെ വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വരുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് തരുന്നുണ്ട് ടോസ് അക്കാഡമി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അസർട്ടേഷൻ റീസണിങ് ടൈപ്പുകൾ മാത്രം അടങ്ങുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ കൃത്യമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പിന്നെ എന്താ ടൈപ്പ് ഓഫ് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോകാൻ കഴിയുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരു വളരെ നന്നായിട്ട് എക്സാമിനേഷനെ അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ, എക്സാമിനേഷൻ വിജയിക്കാൻ കഴിയട്ടെ. Okay, thank you.